ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികൾ കാണിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം എന്നെ വിളിക്കാറുണ്ട്, അതേക്കുറിച്ച് ചോദിക്കാറുണ്ട്, കമൻറ്റ് രൂപത്തിലും വരാറുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് കടല വെള്ളത്തിലിട്ടിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ദോശക്ക് വെള്ളപ്പത്തിനാണ് ഇട്ടിരുന്നത്. കുറച്ച് തേങ്ങയും അരിയും കുറച്ച് ഉഴുന്നും ചേർത്തിട്ട് കുറച്ച് തേങ്ങാ വെള്ളമൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നമ്മൾ ജോലികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രാർത്ഥനയും നമ്മൾ ഒപ്പം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ജോലിയിലും തീ കത്തിക്കുമ്പോഴും അതുപോലെ അരി ഇടുമ്പോഴും അങ്ങനെ എല്ലാം നമ്മൾ ദൈവത്തിനോട് സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ജോലിയും ചെയ്യാറ്. അപ്പോൾ കടലയൊക്കെ നന്നായി വെള്ളം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ദോശമാവും നന്നായി പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ അടിപൊളി വെള്ളപ്പവും കടലക്കറിയാണ്. ഇങ്ങനെ വെള്ളപ്പത്തിലേക്ക് കുറച്ച് ഉപ്പും 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേകം ടേസ്റ്റും കൂടി ഉണ്ടോ പഞ്ചസാര ഒന്ന് ചെറുതായി ഇട്ട് കൊടുത്താൽ. അങ്ങനെ ഉപ്പും ചേർത്ത് കടലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുറത്തൊന്ന് പോയി ഇപ്പം നമ്മളെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടുത്ത് 2-3 ദിവസമായിട്ടുള്ള ചെടി വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ചെടി ആണ്. ഫേണാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിന് ശേഷം വെള്ളപ്പം ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ദോശ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷേ ദോശയും ഒരു ടേസ്റ്റാണ്. വെള്ളപ്പം അതിൻ്റെ വേറെ ടേസ്റ്റ്. നമ്മൾ തേങ്ങാ വെള്ളമൊക്കെ ചേർത്തിട്ടാണല്ലോ വെള്ളപ്പം ചുടുന്നത്. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. ഇങ്ങനെ ഓരോ അപ്പം ചുടുമ്പോഴും നമ്മൾ അതിൻ്റെ ഇടയിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറിക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവയും വലിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി ഒന്ന് പിടുത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതിൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറുതായി ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല കേട്ടോ. കടലക്കറി എല്ലാവർക്കും വെക്കാൻ അറിയുന്ന. പിന്നെ നമ്മളതിൽ വലിയ ജീരകവും ഉലുവയും പൊട്ടിച്ചത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് എടുത്ത് കാണിച്ചെന്ന് മാത്രം. അങ്ങനെ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് നമ്മളെ പാത്രത്തിൽ കുറച്ച് ഒട്ടി പിടിച്ചിരുന്നിരുന്നു. അതൊക്കെ എടുത്തുനിന്ന് കൈമേ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ സൗന്ദര്യ സംരക്ഷണം കൂടി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കൈമേൽ ചെറിയ ചുളികളൊക്കെ മാറാനും അന്ന് നല്ല അടിപൊളിയായിട്ട് ഒന്ന് വെട്ടി തിളങ്ങൂട്ടോ നമ്മളെ കൈയൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഇത് കളയുന്നതിന് മുമ്പായിട്ട്, പാത്രം കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മളത് കൈമേ തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ മുകളിലേക്ക് കയറിക്കുകയാണ്. നമ്മളെ മുന്തിരി വള്ളിയൊക്കെ അടിപൊളിയായി കയറിയിട്ടുണ്ട്. നമ്മൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ആ അഹങ്കാരം കൂടി ഉണ്ട് എനിക്ക്. കാരണം വിത്തൊക്കെ മുളച്ച് ഇത്രയും വലുതാകുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് അടുക്കള ഭാഗമാണ്. അടുക്കള മോൾ ഭാഗമാണ്. അവിടെയാണ് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാറ്.
അപ്പോൾ ഇവിടെയും സൂര്യപ്രകാശം നന്നായി കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ കുറവാണ്. ഏറ്റവും മുകളിൽ ഇനി പച്ചക്കറിയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് പച്ചക്കറിക്ക്. അങ്ങനെ അവിടെ എന്താ പറയുക, കരിയിലൊക്കെ നന്നായി വീണിട്ടുണ്ട്. അതൊക്കെ അടിച്ച് വാരിയിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് അടക്ക കിട്ടുമ്പോൾ അതൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് ഭാഗത്തെ വെയിൽ ആ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെ എല്ലാ ജോലി എടുക്കുമ്പോഴും ഒപ്പമുണ്ട്. അവരും സഹായിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഓരോ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും ഓടി ഓടി വരും എൻ്റെ കൂടെ. അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മണലൊക്കെ എത്തിയിട്ടുണ്ട്. അടിച്ച് വൃത്തിയാക്കിയപ്പോൾ നല്ലൊരു ഭംഗിയും കൂടിയാണ് ഇല്ലേ. അപ്പോൾ നമ്മളെ കരിയിലേക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുണികളെല്ലാം ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് മുകളിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇന്നലെ വെയിലത്തിട്ടിരുന്ന തേങ്ങ അതുകൂടെ ഒന്ന് അടർന്ന് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു 10 മണിക്ക് ശേഷം ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവന്നു. അതിന് ശേഷം നമ്മൾ കുറച്ച് തുണികളൊക്കെ ഉണക്കാട്ടിരുന്നു. അത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷമാണിത്. ഒരേ ദിവസം നമ്മൾ ചെയ്യുന്ന ഫുൾ ജോലിയൊന്നും നമ്മൾ വീഡിയോസ് കാണിക്കാറില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.